അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ഈ പറഞ്ഞ രണ്ട് സ്ട്രാൻഡുകളും DNA ടെംപ്ലേറ്റ് അല്ലെങ്കിൽ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ രണ്ട് സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ട് സ്ട്രാൻഡിൽ നിന്നും ദേ കോഡ് ഫോർ RNA മോളിക്യൂൾ വിത്ത് ഡിഫറെൻറ്റ് സീക്വൻസ്. സോ DNA ടെംപ്ലേറ്റിൻ്റെ രണ്ട് സ്ട്രാൻഡുകളും അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ DNAയുടെ രണ്ടും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് ടെംപ്ലേറ്റിൽ നിന്നും രണ്ട് ടൈപ്പ് RNA സ്ട്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ദേ കോഡ് ഫോർ RNA മോളിക്യൂൾ വിത്ത് ഡിഫറെൻറ്റ് സീക്വൻസ്. ഒരു DNA ടെംപ്ലേറ്റിൽ നിന്ന് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA സീക്വൻസ് ഉണ്ടാകുന്നു. അടുത്ത DNA ടെംപ്ലേറ്റ്, അതിൻ്റെ പാരലായിട്ട് കാണുന്ന DNA ടെംപ്ലേറ്റിൽ നിന്ന് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു RNA സീക്വൻസും ഉണ്ടാകുന്നു. സോ ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് RNA സീക്വൻസ് ഉള്ള സ്ട്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ രണ്ട് DNAയും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒരു DNAയിൽ നിന്ന് തന്നെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് RNA സ്ട്രാൻഡുകൾ ഉണ്ടാവുന്നു. രണ്ട് DNA സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടിൽ നിന്നും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് RNA ഉണ്ടാവുന്നു. ആൻഡ് ഈ പറഞ്ഞ രണ്ട് RNAയുടെയും ഡ്യൂട്ടി എന്താണ്? RNAയുടെ ഡ്യൂട്ടി പ്രോട്ടീനായിട്ട് മാറുക. സോ ഈ രണ്ട് RNA സ്ട്രാൻഡും ഇഫ് ദേ കോഡ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്, അതായത് രണ്ട് RNAയിൽ നിന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇഫ് ദേ കോഡ് ഫോർ പ്രോട്ടീൻസ്, അത് ഇനി ഈ RNA പ്രോട്ടീനെ കോഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ പ്രോട്ടീൻ ഉണ്ടാവുക? ദ സീക്വൻസസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ പ്രോട്ടീൻസ് ഡിഫറെൻറ്റ്. സോ ഒരു ടെംപ്ലേറ്റിൽ നിന്നുണ്ടായ RNA, ആ RNA കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് വേറെ ആയിരിക്കും. മറ്റേ ടെംപ്ലേറ്റിൽ നിന്നുണ്ടായ RNA സീക്വൻസ്, ആ RNA സീക്വൻസിന് കോഡ് ചെയ്യുന്ന ആ പ്രോട്ടീനായിട്ട് മാറുന്ന അമിനോ ആസിഡുകളുടെ സീക്വൻസും വേറെ ആയിരിക്കും. സോ സീക്വൻസസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ പ്രോട്ടീൻ ഡിഫറെൻറ്റ്. ഈ രണ്ട് RNA എന്ന് പറയുന്ന പ്രോട്ടീനുകൾ, ആ പ്രോട്ടീനുകളിലുള്ള രണ്ട് പ്രോട്ടീനുകളിലും രണ്ട് ടൈപ്പ് അമിനോ ആസിഡ് സീക്വൻസുകളായിരിക്കും. അതായത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് രണ്ട് DNAയും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA, നമ്മുടെ DNA ടെംപ്ലേറ്റിൽ ഒരു സെഗ്മെൻറ്റ് ഓഫ് DNAയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. DNA എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ക്യാരിയിങ് ആണ്. ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്ത് RNAക്ക് കൊടുക്കുകയാണ്. സോ ആ ഇൻഫർമേഷൻ ഓരോ ടെംപ്ലേറ്റിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് RNA കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടാകുമ്പോൾ ആ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNAക്ക് അനുസരിച്ച് പ്രോട്ടീൻ കോഡ് ചെയ്യുമ്പോൾ രണ്ട് RNAക്കും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഒരു സെഗ്മെൻറ്റ് ഓഫ് DNAയിൽ നിന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു? രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അതെന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ കോംപ്ലിക്കേറ്റ് ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ മെഷീനറി. ഇത് ഒരുപാട് ഈ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ആ മെഷീനറീനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. ബിക്കോസ് ഒരു ജനറ്റിക് ഇൻഫർമേഷന് ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ആ ടെംപ്ലേറ്റിൽ DNA ടെംപ്ലേറ്റിൽ ഒരു സ്ട്രാൻഡ് ജനറ്റിക് ഇൻഫർമേഷൻ മീൻ ചെയ്യുന്നത് ഒരു പക്ഷേ ആ ഐൻ്റെ കളറായിരിക്കാം. ഐ കളർ എന്ന് പറഞ്ഞത് ഒരു ബ്രൗൺ കളറായിരിക്കാം. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് ജനറ്റിക് ഇൻഫർമേഷൻ ചിലപ്പോൾ കോഡ് ചെയ്യുന്നത് വേറൊരു ഇൻഫർമേഷൻ ആയിരിക്കാം. സോ അതിൽ നിന്ന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രോട്ടീൻ രണ്ട് തരത്തിലുള്ള പ്രോട്ടീനുകളായി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് കണ്ണിന് ഒരു RNA ടെംപ്ലേറ്റ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലൂ കളറാണെങ്കിൽ മറ്റേത് ബ്രൗൺ കളറാവും. സോ ഒരു പ്രോട്ടീന് പകരം എന്താണ്? കണ്ണിന് തന്നെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ തന്നെ രണ്ട് ട്രേറ്റുകൾ, രണ്ട് ഒരു സീക്വൻസുകളുള്ള അമിനോ ആസിഡുകളുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു. നമുക്ക് ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ട് DNA ടെംപ്ലേറ്റും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് DNA ടെംപ്ലേറ്റിൽ നിന്നും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് RNA ഉണ്ടാവുന്നു. ആ രണ്ട് RNAന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുള്ള പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞ മെഷീനറി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കില്ല. രണ്ടാമത്തെ റീസൺ, ഇനി ഇൻ കേസ് രണ്ട് RNA മോളിക്യൂളുകളും പ്രൊഡ്യൂസ് ചെയ്യണം, രണ്ട് DNA ടെംപ്ലേറ്റിൽ നിന്നും രണ്ട് RNA മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ
നമ്മൾക്ക് എന്ത് പറയാം, ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഈ ഉണ്ടാകുന്ന രണ്ട് ഡോട്ടർ RNAകൾ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. രണ്ട് RNA ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് ആക്ട് ചെയ്യുകയും ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ത് ചെയ്യും, പ്രിവെൻറ്റ് RNA ടു പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയും ചെയ്യില്ല. സോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റഡ് ആവും എന്നർത്ഥം. ഇറ്റ് വിൽ സ്റ്റോപ്പ് പ്രോട്ടീൻ സിന്തസിസ് എന്നാണ് അർത്ഥം. സോ രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് RNAനെ പ്രോട്ടീൻ സിന്തസിസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കില്ല. അവിടെ വെച്ച് ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്രോട്ടീൻ സിന്തസിസ് നടക്കാണ്ട്, ആ ട്രാൻസ്ലേഷൻ നടക്കാണ്ട് സ്റ്റോപ്പ് ആവും. അതാണ് അർത്ഥം. ഇറ്റ് പ്രിവെൻറ്റ് പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. സോ രണ്ട് RNA മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറഞ്ഞാൽ RNAയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരിക്കലും പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. ഡബിൾ സ്റ്റാൻഡേർഡ് RNA മീൻസ് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ്ഡ് എന്നാണ് അർത്ഥം. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഈ രണ്ട് ടെംപ്ലേറ്റ് DNA-യിൽ നിന്നും എന്തുണ്ടാവില്ല, RNA കോപ്പി ചെയ്യില്ല. അതിലൊരു കാരണം നമ്മൾ പറഞ്ഞു, രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്ട്രാൻഡിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, രണ്ട് RNA സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് RNAയിൽ നിന്നും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ടൈപ്പ് ജീൻ എക്സ്പ്രഷൻ നടക്കുന്നു. സോ അതുകൊണ്ട് അത് നടക്കില്ല. രണ്ടാമത് ഇനിയും ഇൻ കേസ് ഒരു രണ്ട് RNA മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ രണ്ട് RNA മോളിക്യൂൾസ് കോംപ്ലിമെൻ്ററി ആയി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറുകയും ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ RNA ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീനായിട്ട് മാറില്ല, പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ്ഡ് ആയി എന്നാണ് അർത്ഥം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ DNA അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഈ രണ്ട് സ്ട്രാൻഡുകളും DNAയുടെ എന്തായിട്ട് ആക്ട് ചെയ്യാത്തത്, ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാണ്ട് അതിൽ ഒരു സ്ട്രാൻഡിലെ ഇൻഫർമേഷൻ മാത്രം ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA ആയിട്ട് മാറുകയും ചെയ്യുന്നത്.